പർച്ചേസിങ്ങും കാര്യമൊക്കെ ഉണ്ട്. എൻ്റെ ഫ്രണ്ട് സബീനയ്ക്കും കുറച്ച് തുണി മേടിക്കാനുണ്ട്, പിന്നെ എനിക്ക് തയ്ച്ചത് മേടിക്കാനുണ്ട്. പക്ഷേ ഇപ്പം 1 മണിയാകുന്നു. ചൂട് കാരണം ഒരു രക്ഷയില്ല, നമുക്ക് നിൽക്കാൻ പോലും പറ്റുന്നില്ല. റെഡിയായി നമ്മൾ തുണി മാറി കഴിയുമ്പോഴത്തേക്കിന് അതേ തലവഴിയെല്ലാം ഒഴുകുക, ഒരു രക്ഷയില്ല. അപ്പം ഞാൻ 2-3 കടകളിലൊക്കെ പോകുന്നുണ്ട്. അപ്പം നല്ല മെറ്റീരിയലൊക്കെ കാണുകയാണെങ്കിൽ ഞാൻ എടുത്തിടാം. അപ്പം ഡയബിൾ മെറ്റീരിയലൊക്കെ നോക്കുന്നുണ്ട്. അപ്പം ഞാനത് കാണുകയാണെങ്കിൽ ഞാനതെല്ലാം വീഡിയോ ചെയ്യാം. അപ്പോൾ സബി ഓട്ടോയിൽ വന്നു. ഞങ്ങൾ 2 പേരും കൂടെ ടൗണിലേക്ക് പോവുകയാണ്. അവൾക്കൊരു കല്യാണമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്, തുണിയെടുക്കാനുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ നമ്മുടെ കല്ലറയ്ക്കൽ വന്നു. അപ്പോൾ കല്ലറയ്ക്കൽ വന്നപ്പോഴത്തേനും അവൾ നെയിൽ പോളിഷൊക്കെ നോക്കുമായിരുന്നു. ഞാൻ അപ്പോൾ പിള്ളേർക്ക് വേണ്ടിയിട്ടൊന്ന് നോക്കുമായിരുന്നു. നല്ലൊരു കളറായിട്ട് തോന്നി. അപ്പോൾ ഞാനെന്നാൽ പിള്ളേർക്ക് വേണേൽ മേടിക്കാമെന്ന് വെച്ചിട്ട് നോക്കിയതാണ്. റെവ്ലോൻ്റെയാണ്, നല്ല നെയിൽ പോളിഷാണ്. പിന്നെ അവിടുന്ന് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. കാരണം ഉച്ചയായല്ലോ. അപ്പോൾ 2 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നമ്മുടെ അർക്കാഡിയയിൽ നിന്നാണ് ഞങ്ങളെപ്പോഴും ചോറ് കഴിക്കാറ്. അവൾക്കും ഭയങ്കര ഇഷ്ടമാണ് അർക്കാഡിയയിലെ ഊണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി കഴിക്കാമെന്ന് വെച്ചിട്ട് ഓട്ടോയിൽ പോവുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോയിലൊക്കെ പോകുമ്പോഴത്തേക്കും തീ കാറ്റാണ് ഇങ്ങോട്ട് വരുന്നത്. നമുക്ക് പറ്റുന്നില്ല, അതുപോലെ സഹിക്കാൻ മേലാത്ത ചൂടാണ്. പുറത്ത് കഴിവതും ഇറങ്ങാതെയും കൂടി ഇരിക്കുന്നതുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ആ ചൂട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും നല്ല തിരക്കാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾക്ക് ഓർഡർ ചെയ്ത് ചോറെല്ലാം കിട്ടി. സ്പെഷ്യൽ ബീഫ് ഫ്രൈ, ഫിഷ് ഫ്രൈ എല്ലാം ഉണ്ട്. ചെമ്മീനും വാങ്ങി. കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ച് തുണി എടുക്കാനുണ്ട്, അതിന് പോവാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നർമ്മദായിൽ വന്നപ്പോൾ അവൾക്കൊരു കല്യാണം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ടെസറിൻ്റെ തുണി നോക്കി. അപ്പോൾ ടെസറിൻ്റെ 2-3 നമുക്ക് ഇതിന് മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും അതെല്ലാം പിഞ്ചി പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പല തുണികൾ നോക്കി. അപ്പോൾ ഇത് ഓർഗൻസായ വരുന്ന പോലത്തെ ഒരു തുണിയാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. നമുക്ക് സാരി ആയിട്ട് യൂസ് ചെയ്യാം, ഡ്രസ് മെറ്റീരിയലായിട്ടും നല്ലതാണ്. ഡ്രസ്സ് തയ്ക്കാനായിട്ട്, ചുരിദാറൊക്കെ തയ്ക്കാനായിട്ട് ഒത്തിരി നല്ലതാണിത്. അപ്പോൾ അതിൻ്റെ പല വീതി, ബോർഡർ കൂടിയതും വീതി കുറഞ്ഞതുമൊക്കെ മെറ്റീരിയൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് കണ്ടപ്പോഴത്തേക്കും എടുത്താണ്. അതിൻ്റെ പല ചെക്കിൻ്റെതും ഒക്കെ ഉണ്ട്, ചെറിയ ചെക്ക് വലിയ ചെക്ക് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല തുണിയായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. പിന്നെ ഞാനിതിന് മുമ്പും വന്നപ്പോൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ഒത്തിരി കളേഴ്സ് ഉണ്ടായിരുന്നു. ഇതെല്ലാം നമ്മുടെ സോഫ്റ്റ് കോട്ടയാണ്. സോഫ്റ്റ് കോട്ടയുടെ മെറ്റീരിയലാണ് ഈ ഇരിക്കുന്ന മുഴുവൻ. അപ്പോൾ നല്ല കളേഴ്സ് ഉണ്ട്. അതിൽ ഹക്കോബ വരുന്ന പോലെയും ഉണ്ട്. നമ്മുടെ ഹക്കോബയുടെ ആ ഒരു ഡിസൈനും കൂടെ വരുന്നുണ്ട് അതിൽ. അപ്പം അങ്ങനത്തെ മെറ്റീരിയലാണിത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതും കോട്ടയാണ്. അപ്പം ഇതിന് 150 ഉള്ളൂ. ബാക്കി ഈ ഇരിക്കുന്നതിനൊക്കെ എനിക്ക് തോന്നുന്നു 250 അങ്ങനെയാണ് അതിൻ്റെ റേഞ്ച്. അപ്പം നല്ല കുറേ കളേഴ്സ് ഉണ്ട് കണ്ടോ. ഞാനിതിനു മുമ്പ് വന്നപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത്രയും ഇല്ലായിരുന്നു. ഇപ്പോൾ ഒത്തിരി വന്നിട്ടുണ്ട്. അങ്ങനെ ഇത് കോട്ടൻ്റെയാണ്. പണ്ടേ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എനിക്ക് ആഷൊക്കെ ഉള്ളതാണ്. ബ്ലാക്കും റെഡും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ട്. അതായത് കണ്ട് ഗ്രീനും ബ്ലാക്കും ഒക്കെ നല്ലതാണ്. നമുക്ക് കുർത്തി ടോപ്പ് തയ്ക്കാനായിട്ടൊക്കെ ഒത്തിരി നല്ലതാണ്. പിന്നെ ഇപ്പം ഞാൻ കണ്ടത് ഇവിടെ 2 സൈഡിൽ ബോർഡർ വരുന്ന ഓർഗൻസായിൽ 2 സൈഡിൽ ബോർഡർ വരുന്ന ഈ തുണി ഒത്തിരി നല്ല ഭംഗിയുണ്ട്. അപ്പോൾ പിള്ളേരൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ഇങ്ങനെ എന്തോ കല്യാണത്തിന് വേണ്ടിയിട്ടാന്ന് തോന്നുന്നു ഒരുമിച്ച് വന്ന് അവർ മുറിച്ച് മേടിക്കുന്നുണ്ടായിരുന്നു സാരിക്ക് വേണ്ടിയിട്ട്. അപ്പം 2 സൈഡിലും ഈ ബോർഡർ വരുന്നുണ്ട്. ഡ്രസ്സ് തയ്ക്കാനും നല്ലതാണ്. അപ്പോൾ അതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ട്. വൈറ്റിൽ ഈ എംബ്രോയ്ഡറി വരുന്നതൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ വില 250 ഉള്ളൂ മീറ്ററിന്. അപ്പം നമുക്ക് സാരിക്കാണെങ്കിലും നല്ലതാണ്, ഡ്രസ്സ് തയ്ക്കാനാണെങ്കിലും നല്ലതാണ്. അപ്പോൾ 250 ഇത് ഒത്തിരി നല്ലതാണ്. കാരണം ഇത്രയും എംബ്രോയ്ഡറി അതിൽ വരുന്നതല്ലേ. അപ്പോൾ അതിന് കുറേ കളേഴ്സ് ഞാൻ കാണിക്കുന്നുണ്ട്. ഇവിടെ വൈൻ കളർ ഇരിപ്പുണ്ട്. പിന്നെ അതുകൊണ്ട് പിങ്ക്, ബ്ലാക്കിലേതൊക്കെ നല്ല ഭംഗിയുണ്ട്. ബ്ലാക്കിലുണ്ട്, ഒരു ഓണിയൻ പിങ്ക് ഉണ്ട്, ബ്ലൂ, അങ്ങനെ കുറേ കളേഴ്സിൽ വരുന്നുണ്ട്. ഗ്രീനാണ് ഒത്തിരിയും പേര് കട്ട് ചെയ്ത് മേടിക്കുന്നത് ഞാൻ കണ്ടത്. അത് നല്ല ഭംഗിയുണ്ട്. പിന്നെ ഈ ഒരു മെറ്റീരിയൽ ഇതിൻ്റെ സൈഡ് ഇങ്ങനെ സ്കാലപ്പ് ചെയ്ത പോലെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ചുരിദാർ തയ്ക്കാനാണെങ്കിലും ദുപ്പട്ടയ്ക്കാണെങ്കിലും സാരിക്കൊക്കെ ആണെങ്കിലും നല്ലതാണ്. അതും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ അതുപോലെ എംബ്രോയ്ഡറി സൈഡിൽ വരുന്ന വേറെ കളേഴ്സാണ് ഈ ഇരിക്കുന്ന മുഴുവൻ. അപ്പോൾ കൂടുതലും ആൾക്കാർ ഞാൻ നോക്കിയിട്ട് ഇത് ഇങ്ങനെ മുറിച്ച് മേടിക്കുന്നുണ്ടായിരുന്നു. എനിക്കൊന്ന് സാരി ആയിട്ടൊക്കെ വല്ല ഫംഗ്ഷനൊക്കെ കുറേ പേർക്ക് ഒരുമിച്ച് ഒരേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് നല്ലതാണല്ലോ. അങ്ങനെ
കുറച്ച് അവൾക്ക് വേണ്ട അത്യാവശ്യം തുണി എടുത്തു. ഇതിപ്പം ഞാനും ആരനും കൂടെ നമ്മുടെ ശാസ്ത്ര റോഡിൽ പെനി എന്ന് പറഞ്ഞ ഐസ്ക്രീം ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടല്ലോ, അപ്പോൾ അവിടെ ഞങ്ങൾ വന്നതാണ്. അവിടെ ഈ പറഞ്ഞ പോലെ 25, 35, 45 അത്രയേ ഉള്ളൂ റേറ്റ്. നമ്മുടെ ഈ ക്യാൻഡി സ്റ്റിക്ക് പോലത്തെ ഐസ്ക്രീമാണെല്ലാം. അതായത് നമ്മുടെ സ്കൂപ്പ് എടുക്കുന്ന അങ്ങനത്തെ ഐസ്ക്രീമില്ല, ഇങ്ങനെ ക്യാൻഡിയിലുള്ളതാണ്. അപ്പം പണ്ട് നമ്മൾ കഴിക്കുന്ന പോലത്തെ സ്റ്റിക്കിൻ്റെ അങ്ങനത്തെ ഐസ്ക്രീമാണ്. പക്ഷേ ഒത്തിരി ഫ്ലേവേഴ്സ് ഉണ്ട് കേട്ടോ, ഒത്തിരി എണ്ണം ഉണ്ട്. അപ്പം ഞാൻ സ്ട്രോബെറി മേടിച്ചു. ആരൻ ഏതാണ്ട് പിന്നെ ഒരു ചോക്ലേറ്റിൻ്റെ പോലത്തെയാണ് ആരൻ മേടിച്ചത്. അപ്പം സാധാരണ ഐസ്ക്രീമിന് എല്ലായിടത്തും ഭയങ്കര വിലയാണല്ലോ. അപ്പോൾ ഇത് 25, 35, 45 ആയതുകൊണ്ട് പിള്ളേർ സെറ്റ് ഒത്തിരി ഉണ്ട്. പിള്ളേർക്കൊക്കെ മേടിച്ച് കഴിക്കാനായിട്ട്, കോളേജ് പിള്ളേരൊക്കെ ഒത്തിരിയും പേരുണ്ട്, അവർക്കൊക്കെ മേടിച്ച് കഴിക്കാനായിട്ട് സൗകര്യമാണ്. കൂട്ടുകാരൊക്കെ ആയിട്ട് ഒത്തിരി പേര് ഒരുമിച്ചൊക്കെ വരുമ്പോഴത്തേക്കിന് ഇത്രയും വിലയല്ല ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ശാസ്ത്ര റോഡ് താഴോട്ട് ഇറങ്ങി വരുന്നിടത്താണ് ഇത് ഈ പെനി ഐസ്ക്രീമിൻ്റെ ഷോപ്പുള്ളത്. അപ്പോൾ ഇങ്ങനെ ആരനോട് ഫ്രണ്ട്സ് ആരാണ്ടൊക്കെ പറഞ്ഞു ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞെന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയതാണ്. ഇത് ഞാൻ നഗറ്റ്സ് വാങ്ങിയതാണ്. ഞാനെപ്പോഴും ഈ മസാല നഗറ്റ്സ് ഞാനിതുവരെ മേടിച്ചിട്ടേ ഇല്ല. മസാല ഇല്ലാത്ത ടൈപ്പ് നഗറ്റ്സ് ഞാൻ മേടിച്ചിട്ടുള്ള, പക്ഷേ ഇത് ഞാൻ ആദ്യമായിട്ടൊന്ന് മേടിച്ച് നോക്കിയതാണ്. അപ്പോൾ ഇത് നല്ലതാണ്, ചെറിയ എരിവുമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അത് ഫ്രൈ ചെയ്തിട്ട്. അപ്പം ആരണ് എപ്പോഴും മറ്റേത് വാങ്ങാറുള്ളത് കൊണ്ട് ഇത് മേടിക്കാൻ നേരം അവൻ പറഞ്ഞു നല്ലതായിരിക്കും. പക്ഷേ ഇത് വാങ്ങി ഫ്രൈ ചെയ്തപ്പോഴത്തേക്കിനും അവന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒത്തിരി നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. വാങ്ങിച്ചിട്ടില്ലാത്തവരൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ആ ഒരു പാക്കറ്റിൽ എനിക്ക് തോന്നുന്നു 20 പീസാണുള്ളത്, 275 ആണ്. അപ്പം നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.